ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ ഫ്രൈ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കഴിക്കാം, പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും കഴിക്കാം. മുളക് പൊടി നമ്മൾ ഈ ചിക്കൻ ഫ്രൈക്ക് ചേർക്കാറില്ല. അപ്പം നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്ന പറഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, കറിവേപ്പില, ഒരു 4 പച്ചമുളക്, ഒരു അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5-6 അല്ലിയോളം വെളുത്തുള്ളി, പിന്നെ കുരുമുളക്, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ മസാലയും ഗരം മസാലയും കൂടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ചിക്കൻ മസാല, ഒരു 1/4 ടീസ്പൂണോളം അല്ലെങ്കിൽ 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർക്കണം. ഇത്രയും ചേർത്തിട്ട് നമുക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കണം. ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കണം. ചിക്കനിലേക്ക് അരപ്പ് ഇട്ടിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം. നിങ്ങളുടെ ചിക്കൻ്റെ അളവനുസരിച്ച് വേണം അരപ്പെടുക്കാൻ. ഇവിടെ ഞങ്ങൾ 3 പേരുള്ളത് കൊണ്ട് ചിക്കൻ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചിക്കൻ തോനെ എടുക്കുകയാണെങ്കിൽ, ഒരുപാട് എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയൊക്കെ അളവ് കൂട്ടിയെടുത്താൽ മതി. ഇത് നല്ലതുപോലെ ഇതിലേക്ക് അങ്ങ് പുരട്ടി കൊടുക്കണം. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ പുരട്ടി വെച്ച് 2 ദിവസം കഴിഞ്ഞ് പൊരിച്ചാലാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഇങ്ങനെ പുരട്ടി വെച്ചിട്ട് നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുക്കാവൂ. അപ്പോഴും നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി അധികം ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇളക്കണം. ഈ സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയും വേണം അത്ര ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് ഒഴിക്കേണ്ടവർക്ക് കുറച്ച് ഒഴിച്ചാൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഒഴിച്ചോളൂ. ഇതെന്തിനാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എണ്ണയിലോട്ട് വീഴുമ്പോൾ ഈ തെറിക്കാതിരിക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പേടിക്കുക വേണ്ട. ഇവിടെ അടുത്ത് തന്നെ നിൽക്കാം, പൊട്ടിത്തെറിക്കില്ല, നല്ലതായിട്ടാവും. അപ്പോൾ എൻ്റെ കയ്യിലൊക്കെ ആയിട്ടുണ്ട്. അപ്പം എരിവായിരിക്കും, അതുകൊണ്ട് ഞാൻ കൈ കഴുകട്ടെ പെട്ടെന്ന്. ഓക്കെ, അപ്പം ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ കാണിക്കാം. നിങ്ങൾക്കിത് ഇന്ന് ഉച്ചയ്ക്ക് ഫ്രൈ ചെയ്യണമെങ്കിൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് പുരട്ടി വെച്ചാൽ 1 മണിയാകുമ്പോഴത്തേക്കിന് നമുക്ക് പൊരിച്ചെടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ നമ്മൾ ഏറ്റവും നല്ലത് രാവിലെ നമ്മൾ പുരട്ടി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിരുന്നാൽ വൈകിട്ട് പൊരിക്കാനാണെങ്കിലും ടേസ്റ്റാണ്. അതല്ല തൊട്ടടുത്ത ദിവസമോ അതിനടുത്ത ദിവസമോ ആയിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതല്ല ഇനി പെട്ടെന്ന് വേണമെങ്കിലും പൊരിക്കാം. പക്ഷേ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് 2 ദിവസം കഴിയുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പൊരിച്ചിട്ട് കാണിച്ചു തരാം. ചൂടായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ചിക്കൻ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അല്ല പാത്രത്തിൽ നോക്കി അരപ്പൊന്നുമില്ല കണ്ടോ. അപ്പോൾ എല്ലാം അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി എടുത്താൽ മതി. പിന്നെ തിരിച്ചും മറിച്ചൊക്കെ ഒന്നുകൂടെയൊക്കെ ഒന്ന് ഇട്ട് കോരി അങ്ങ് എടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. മറ്റു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടാറ്റാ.